ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം കുറേ ഇതിട്ടപ്പം സക്സസ്ഫുൾ സ്റ്റോറീസ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ അതിനു വേണ്ടിയിട്ട് ഒരുപാട് കുത്തിയിരുന്ന് ആദ്യം ഏത് കഥ നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവരും എന്നൊക്കെ ഉള്ളൊരു ലെവലിലേക്ക് പോയി. അപ്പൊ ഞാൻ ആദ്യം പറയാൻ പോകുന്നത് നമുക്കെല്ലാം ഫെമിലിയർ ആയിട്ടുള്ള ഒരു കഥയാണ്. അപ്പൊ നമ്മൾ ആ കഥയിലേക്ക് പോവാണ് കേട്ടോ. ഓക്കെ, കഥ നടക്കുന്നത് കൊറിയയിലാണ്. കാരണം നമ്മുടെ നായകൻ ജനിക്കുന്നത് കൊറിയയിലാണ്. സാധാരണ നമ്മളെ ഏതൊരു ബ്രാൻഡിന്റെ വലിയ കഥകൾ എടുത്താലും അല്ലെങ്കിൽ ഏതൊരു വിജയിച്ച സ്ഥാപനത്തിനെ കുറിച്ച് ചെയ്താലും അതിൽ നമ്മൾ കൂടുതൽ ഫസ്റ്റിൽ കാണുന്നത് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചിട്ടുള്ള ഒരു ബാല്യകാലമായിരിക്കും. അതിപ്പോൾ സിനിമയിലാണെങ്കിലും ഒരു വിജയത്തിലേക്ക് വരുന്ന നായകൻ ഫസ്റ്റ് ഓഫ് ഓൾ അങ്ങനെ ആയിരിക്കും അല്ലെ. എന്നാൽ ഇവിടെ അതിൽ നിന്നെല്ലാം വിപരീതമായി ഇദ്ദേഹം ജനിക്കുന്നത് വലിയൊരു രാജകുടുംബത്തിലാണ്. അതായത് ഒരു ചെറിയൊരു പ്രഭുവായിട്ട് തന്നെയാണ് അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹത്തിന് വലിയ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. ഒരു പ്രോബ്ലംസും അദ്ദേഹത്തെ അലട്ടിയിട്ടില്ല. അങ്ങനെ ഒരു ഫാമിലിയിൽ നിന്നാണ് അദ്ദേഹം വരുന്നത്. ലീ ബ്യൂങ് ഷൾ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പം ഈ ഒരു പേരിൽ നിന്നും ഞാൻ പറയാൻ പോകുന്ന ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ, ഈ ഒരു പേര് അധികം ആൾക്കാർക്ക് ഫെമിലിയർ ആയിരിക്കില്ല. കാരണം ഈ ഒരു പേരിലേക്ക് എത്തുന്നതിന് മുൻപ് ആ വ്യക്തിയെ ആൾക്കാർ മനസ്സിലാക്കാൻ ഒരുപാട് സമയമെടുത്തു. 1938 മാർച്ച് 1 ഒരു ഗ്രോസറി സ്റ്റോറായിട്ട് തുടങ്ങിയ ഒരു കമ്പനി ഇന്ന് ലോകമറിയുന്ന ഒരു വലിയ ബ്രാൻഡായി മാറിയിരിക്കുകയാണ്. 3 നക്ഷത്രങ്ങൾ എന്ന അർത്ഥം വരുന്ന കൊറിയൻ കമ്പനി എങ്ങനെയാണ് ഇന്ന് ഐഫോൺ ലോകത്ത് പോലും കിടപിടിക്കുന്ന ഒരു കമ്പനിയായി, ഐഫോണിന് കുറച്ച് താഴെ മാത്രം നിൽക്കുന്ന ഒരു കമ്പനിയായി മാറിയതെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് സാംസങ് എന്ന കമ്പനിയുടെ ജനനത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. 3 നക്ഷത്രങ്ങൾ എന്ന അർത്ഥം വരുന്ന സാംസങ് എന്ന പേര് ആദ്യമായിട്ട് ഒരു ബിസിനസ് സാമ്രാജ്യത്തിലേക്ക് കേട്ടു തുടങ്ങുന്നത് 1938 ആ സമയത്ത് ലീ ബ്യൂങ് ഷൾ ആദ്യമായിട്ട് നിർമ്മിക്കുന്നത് ഒരു പച്ചക്കറി കടയാണ്. ഉണക്കമീനും പച്ചക്കറികളും കൊടുക്കുന്ന ഒരു സാധാരണ ഗ്രോസറി സ്റ്റോർ. ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഹോം മെയ്ഡ് ന്യൂഡിൽസുകളായിരുന്നു. ഇവർ ഹോം മെയ്ഡ് ന്യൂഡിൽസുകൾ ഇവരുടെ മാർക്കറ്റിലേക്ക് കൊണ്ടുവരികയാണ് ആദ്യം ചെയ്യുന്നത്. ഒരു ഗ്രോസറി സ്റ്റോർ തുടങ്ങുമ്പോൾ ഏറ്റവും ഉള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിനൊരിക്കലും ലോസ് വരില്ല. കാരണം നമ്മൾ കൊടുക്കുന്നത് ആൾക്കാർക്കുള്ള ഫുഡാണ്. ഫുഡ് ഐറ്റംസ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ അതിനൊരു ലോസും ഒരു കാലത്തും ഉണ്ടാവാൻ പോകുന്നില്ല. അങ്ങനെ ഒരു കാര്യം തന്നെയായിരുന്നു ഇവിടെ ഇദ്ദേഹവും പിന്തുടർന്നത്. 2ാം ലോക മഹായുദ്ധ കാലത്ത് പോലും നമ്മുടെ സാംസങ്ങിന്റെ ഗ്രോസറി സ്റ്റോർ തകർന്നില്ല. പിന്നെ മറ്റൊരു വലിയ പ്രത്യേകതയും കൂടി ഇവർക്കുണ്ടായിരുന്നു. ഇവർ അത്യാവശ്യം ഞാൻ പറഞ്ഞതുപോലെ കുറച്ച് സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങൾ ഇല്ലാത്ത ആൾക്കാരായതുകൊണ്ട് തന്നെ ഇവരുടെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന സാധനങ്ങളുടെ ക്വാളിറ്റി ഉറപ്പ് വരുത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ക്വാളിറ്റിയാണ് ആളുകൾ കൂടുതലായും ഇവരുടെ സാധനങ്ങൾ വാങ്ങാനുള്ള ഒരു കാരണമായിട്ട് മാറുന്നത്. 2ാം ലോക മഹായുദ്ധ സമയം അത് വലിയൊരു ഡിസാസ്റ്റർ ആണ്. ആ ടൈമിൽ ആൾക്കാർ ലക്ഷറി ഐറ്റംസ് വേണ്ടെന്ന് വെച്ചിട്ട് സാംസങ്ങിന്റെ ഗ്രോസറി സ്റ്റോറിൽ നിന്നും സാധാരണ സാധനങ്ങൾ വാങ്ങി തുടങ്ങി. ഈ ഉണക്കമീനും പച്ചക്കറികളും പിന്നെ ഈ ഹോം മെയ്ഡ് ന്യൂഡിൽസും. അതുകൊണ്ട് തന്നെ ഇവരുടെ ഇൻകം വളരെയധികം ആ ഒരു ടൈമിൽ, അതായത് 2ാം ലോക മഹായുദ്ധ സമയത്ത് എല്ലാ തരത്തിലുള്ള സ്റ്റോറുകളും പൊട്ടി നിൽക്കുന്ന സമയത്ത്, ബിസിനസ് രംഗം വളരെയധികം സ്തംഭിച്ചു നിൽക്കുന്ന സമയത്ത് സാംസങ്ങിന് മാത്രം നല്ലൊരു കുതിച്ചുകയറ്റം ഉണ്ടാവാൻ തുടങ്ങി. അപ്പം ഒരു സാധാരണ മനുഷ്യനാണെങ്കിൽ ഓക്കെ, ഞാൻ ഇനി സേഫാണ്, ഇവിടെ തന്നെ നിൽക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് മാറുകയാണ് ചെയ്യാറുള്ളത്. കാരണം ഞാൻ സക്സസ്ഫുൾ ആയി എന്ന് അവിടുന്ന് വിചാരിക്കും. എന്നാൽ ഇദ്ദേഹം അങ്ങനെ ചെയ്തില്ല. ഇദ്ദേഹം ഉടനെ തന്നെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോയി. കാരണം ഇവരെക്കാളും മികച്ചൊരു ഗ്രോസറി സ്റ്റോർ നാളെ ഇവിടെ ഉദയം ചെയ്താൽ അന്ന് തീരും എൻ്റെ എറ എന്ന് അദ്ദേഹം മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ വേറെ ബിസിനസ്സിൽ കൂടി ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് സാംസങ് ടയർ നിർമ്മാണത്തിലേക്ക് പോകുന്നത്. അവർ കൂടുതലും ടയറിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. പിന്നെ ഉത്തര കൊറിയ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് ബിസിനസ് സംരംഭങ്ങളിൽ ഇവർ ഷെയർ ചെയ്യാൻ തുടങ്ങി. ഷെയർ കൊടുക്കുമ്പം അവർക്ക് അതിൻ്റേതായിട്ടുള്ളൊരു
ഇൻകം കിട്ടുമല്ലോ. അപ്പം ഈ ഒരു ഗ്രോസറി സ്റ്റോറിൽ നിന്ന് തുടങ്ങി അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ സാംസങ് എത്താൻ തുടങ്ങി. അതിനുശേഷമാണ് നമ്മുടെ കമ്പ്യൂട്ടർ മൊബൈൽ യുഗം ആരംഭിക്കുന്നത്. ആ ഒരു ടൈമിൽ ഏറ്റവും കൂടുതൽ ഇവർ വെല്ലുവിളി നേരിട്ടത് മോട്ടറോള എന്നറിയപ്പെടുന്ന ഒരു മൊബൈൽ കമ്പനിയുമായിട്ടാണ്. ചിലപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ആ ഒരു കമ്പനി. ഈ ഒരു കമ്പനിയോട് അടുത്ത് നിൽക്കാൻ ഒരുപാട് സാംസങ് ശ്രമിച്ചു നോക്കി, പക്ഷെ പരാജയപ്പെട്ടു പോവുകയായിരുന്നു ചെയ്തത്. ആ സമയത്ത് അവർ ജസ്റ്റ് അതൊന്ന് സ്റ്റോപ്പ് ചെയ്ത് നിർത്തിയതിനു ശേഷം ബ്ലാക്ക് ആൻഡ് വൈറ്റ് സാംസങ് ടി വികൾ വിപണിയിൽ എത്തിക്കാൻ തുടങ്ങി. ആദ്യമായിട്ട് സാംസങ് എത്തിക്കുന്നത് കളർ ടി വിസ് അല്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. അപ്പോൾ ഈ ടി വികൾ അന്നത്തെ കാലത്ത് ലക്ഷറിയസ് ആയിട്ടുള്ള ആളുകൾ മാത്രമാണ് വാങ്ങിച്ചത്. കാരണം അത്യാവശ്യം കോസ്റ്റ്ലി ആയിരുന്നു സാംസങ്ങിൻ്റെ ആ ഒരു ടി വി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ടി വികൾക്ക് വലിയൊരു ഡിമാൻഡ് ഉണ്ടാവാൻ തുടങ്ങി. അതിനുശേഷം അവർ കൂടുതൽ അതിലേക്ക് ഫോക്കസ് ചെയ്തു. അപ്പോഴും ഈ മൊബൈൽ ഫോണിൻ്റെ കാര്യങ്ങളൊന്നും അവർ വിട്ടിട്ടുണ്ടായിരുന്നില്ല. മോട്ടറോളയുമായിട്ട് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന രീതിയിൽ അവർ അപ്പോഴും ശ്രമിച്ചുകൊണ്ടിരുന്നു. അതിനുവേണ്ടി അവർ ചെയ്തുകൊണ്ടിരുന്ന എന്താണെന്ന് വെച്ചാൽ ഒരു മൊബൈൽ ഫോൺ അവർ ഇറക്കി, പക്ഷെ അത് ലക്ഷറിയസ് ആയിരുന്നു. അന്നത്തെ കാലത്ത് സാംസങ്ങിൻ്റെ ഇപ്പം നമ്മൾ കാണുന്ന പഴയ ടൈപ്പിലെ ഫോണ് ആൾക്കാർക്ക് ടച്ച് ഫോൺ അല്ല, സാധാരണ ഫോണും അല്ല, അതിന് മുൻപേ ഒരു ചെറിയ സ്ക്രീനോട് കൂടിയ ചെറിയൊരു മൊബൈൽ ഫോൺ അവർ ഇറക്കിയിരുന്നു. ആ മൊബൈൽ ഫോൺ അന്നത്തെ കാലത്തെ ലക്ഷറിയസ് ആയിട്ടുള്ള ആളുകൾ മാത്രമായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പം അത് ഒരാൾ വാങ്ങിക്കാൻ പറ്റുന്ന സാഹചര്യമായിരുന്നില്ല, സാധാരണക്കാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല. എന്നിട്ടും മൊബൈൽ ബിസിനസ്സിൽ വലിയ രീതിയിലൊന്നും ക്ലച്ച് പിടിക്കാൻ സാംസങ്ങിന് സാധിച്ചില്ലെന്ന് പറയുന്നത് തന്നെയാണ് നല്ലത്. എന്നാൽ 10% പോലും മോട്ടറോളയോടൊപ്പം പിടിച്ചു നിൽക്കാനുള്ള ഗട്ട്സ് ഇവർക്ക് കിട്ടിയില്ല. വീണ്ടും വീണ്ടും ഇവർ കഠിനാധ്വാനം തുടർന്നു. അങ്ങനെ ലാസ്റ്റ് ടൈമിലാണ് ടച്ച് ഫോണിൻ്റെ ഒരു ആൻഡ്രോയിഡ് വേർഷൻ സാംസങ് പുറത്തിറക്കുന്നത്. ആദ്യമായിട്ട് കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ ലോഞ്ച് ചെയ്യുന്ന ചൈനീസ് അല്ലാത്തൊരു കമ്പനി സാംസങ് ആയിരുന്നു. ആ സാംസങ്ങിൻ്റെ സോഫ്റ്റ് ടച്ച് മോഡ് മൊബൈൽ ഫോൺ വലിയൊരു തരംഗം തന്നെയായിരുന്നു സൃഷ്ടിച്ചത്. അന്നത്തെ കാലത്ത് അത് കയ്യിൽ ഉപയോഗിക്കാത്ത ആളുകൾ ഉണ്ടാവില്ല. ഞാനും ഉപയോഗിച്ചിട്ടുണ്ട്, ഒരു വൈറ്റ് കളറിലെ കുഞ്ഞു ഫോണ്. അത് അവരുടെ ഒരു സോഫ്റ്റ് ടച്ച് ആയിരുന്നു ആൻഡ്രോയിഡിൻ്റെ. അതുവരെ നമ്മൾ ചൈനീസ് ഫോണുകളിൽ തൊടുമ്പോൾ ഉള്ള ഒരു ഫീൽ അല്ലായിരുന്നു സാംസങ് പുറത്തിറക്കിയ ആ ടച്ച് ഫോണിനുണ്ടായിരുന്നത്. കാരണം അവരുടെ ആ ഒരു ടച്ചിങ് ഫോണ് വളരെയധികം ഓളമുണ്ടാക്കി. അതോടെ സാംസങ് എന്ന ബ്രാൻഡ് അറിയപ്പെടാൻ തുടങ്ങി. പിന്നെ ഇപ്പം സാംസങ് എത്തി നിൽക്കുന്ന ഒരു പൊസിഷൻ എന്താണെന്ന് എനിക്കും നിങ്ങൾക്കും നന്നായിട്ട് അറിയാം. ഈ ഐഫോൺ ലോകത്ത് ഐഫോണിനേക്കാൾ കൂടുതൽ ആരാധകരുള്ളത് സാംസങ്ങിൻ്റെ ഫോണിനാണ്. ഓരോ കാലഘട്ടത്തിനനുസരിച്ച് അവർ അപ്ഡേറ്റഡ് ആവുകയാണ്. ഇപ്പോൾ AI ടെക്നോളജിയും മറ്റുമുള്ള ഫോണാണ് വരുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് എത്രത്തോളം പ്രാധാന്യം അവർ കൊടുക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ആ രീതിയിലാണ് ഇപ്പം മൊബൈൽ ഫോൺ അവർ പുറത്തിറക്കിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഐഫോൺ കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങുന്ന, മീൻസ് ഐഫോണിനേക്കാൾ കൂടുതൽ ആളുകൾ വാങ്ങിക്കുന്നത് സാംസങ്ങിൻ്റെ മൊബൈൽ ഫോണാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ പറയുന്ന വിജയവും കഠിനാധ്വാനവും എന്നൊന്നും പറയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മളൊരു ഫീൽഡിൽ പിടിച്ചു നിൽക്കുക എന്നൊന്നും പറയുന്നത് ഒറ്റ ദിവസം കൊണ്ടോ ഒറ്റ സുപ്രഭാതത്തിലോ നമുക്ക് കിട്ടുന്ന കാര്യമല്ല. നമ്മൾ വർഷങ്ങളായിട്ട് കഠിനാധ്വാനം ചെയ്ത് മാറി വരുന്ന വിപണികളെ മനസ്സിലാക്കി, പുതിയ ബ്രാൻഡുകളെ മനസ്സിലാക്കി, പുതിയ ടെക്നിക്സുകളെ മനസ്സിലാക്കിയാണ് ഒരിടത്ത് പിടിച്ചു നിൽക്കുന്നത്. അല്ലാതെ വിജയം എന്ന് പറയുന്നത് ഒറ്റ ദിവസം കൊണ്ട് നമ്മുടെ കയ്യിൽ കിട്ടുന്ന അല്ല കേട്ടോ. അപ്പോൾ സാംസങ്ങിൻ്റെ ഈ ഒരു സക്സസ്ഫുൾ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് കമൻറ്റ് ചെയ്യണേ. അതേപോലെ നിങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹമുള്ള സക്സസ്ഫുൾ സ്റ്റോറീസ് ഏതൊക്കെയാണെന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ ഇനിയും ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യാം കേട്ടോ.